നിങ്ങൾ യുകെയിൽ നിന്ന് യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരോട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണേ കേട്ടോ. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യുകെയിൽ നിന്ന് യൂറോപ്പിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ നമ്മുടെ യാത്രയ്ക്ക് നമുക്കൊരു ട്രാവൽ ഇൻഷുറൻസ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം വേണം, UK GHIC കാർഡ് എന്ന് പറഞ്ഞാൽ UK ഗ്ലോബൽ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ്. അപ്പോൾ ഈ ഒരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യുകെയിൽ നിന്ന് നമ്മൾ യൂറോപ്പിലായിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ചിലവാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിന് ഈ അടുത്തുണ്ടായ ഒരു അനുഭവമാണ്, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ കേട്ടോ. ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഫാമിലിയും കൂടി യൂറോപ്പിൽ ഇറ്റലിയിലേക്ക് ഒരു ട്രാവൽ പോയായിരുന്നു. പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു ബാക്ക് പെയിൻ ഉണ്ടായി. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ലെഗിലേക്ക് വെയിനിലേക്കായിരുന്നു പെയിൻ. അപ്പോൾ എനിക്ക് ഒത്തിരി നേരം ഇരിക്കേണ്ടി വരുന്നതുകൊണ്ട് ഞാനൊരു ട്രാവൽ സീറ്റ് മേടിച്ചിട്ടാണ് പോയത്. പോയി അവിടെ ചെന്ന് ഇറ്റലിയിൽ ഒത്തിരി നടന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് പെയിൻ കൂടിയായിരുന്നു. വല്ലാണ്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു. ANEയിൽ ഏകദേശം ഒരു 6 hours ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അവിടുത്തെ മെഡിസിനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് എനിക്ക് ഏകദേശം £500 അവർ ചാർജ് ചെയ്തു. ലക്കിലി എന്താ